നാടിനെ മദ്യലഹരിയിൽ മുക്കിക്കൊല്ലാൻ അണിയറ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് KCBC. പ്രായപൂർത്തിയാകാത്തവരുടെ ഗുണ്ടാസംഘങ്ങൾ ലഹരിയിൽ അക്രമം നടത്തുമ്പോൾ അധികാരികളുടെ കണ്ണ് അടഞ്ഞു തന്നെയെന്നും KCBCയുടെ വിമർശനം. സർക്കാർ പദ്ധതികൾ ഫലം കാണുന്നില്ലെന്നും KCBC വിമർശിക്കുന്നു. പ്രദീപ് ജോസഫിന്റെ വിവരങ്ങളുമായി. പ്രദീപ്, സർക്കാരിനെതിരെ കൂടിയാണ് KCBC വിമർശനത്തിന്റെ മുന, KCBCയുടെ മദ്യവിരുദ്ധ സമിതി വിമർശനത്തിന്റെ മുന തിരിച്ചുവെക്കുന്നത്. മദ്യ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച പള്ളികളിൽ വായിക്കാനായി പുറപ്പെടുവിക്കുന്ന സർക്കുലറിലാണ് KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തെ രൂക്ഷമായി വിമർശിക്കുന്നത്. ഒപ്പം ചില നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. തുടർ ഭരണം നേടി അധികാരത്തിലെത്തുന്ന പല സർക്കാരുകളും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി സ്വീകരിക്കുന്ന മാർഗ്ഗങ്ങൾ മദ്യ ഉൽപ്പാദനവും മദ്യ വിതരണവുമൊക്കെയാണ് എന്ന് ഈ സർക്കുലറിൽ പറയുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിൽ ബാറുകളുടെയും ബിയർ പാർലറുകളുടെയും ഒക്കെ എണ്ണം കൂടുന്നു. IT പാർക്കുകളിൽ ഉൾപ്പെടെ ബാറുകൾ, പബ്ബുകൾ ഒക്കെ വരുന്നു. കൂടാതെ എലപ്പുള്ളിയിൽ ഉൾപ്പെടെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നു. അങ്ങനെ മദ്യത്തിൽ കേരളത്തെ മുക്കിക്കൊല്ലാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നാണ് ഈ സർക്കുലർ ആരോപിക്കുന്നത്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ ഇടപെട്ട് നടത്തുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായ തോതിൽ ഫലം കാണുന്നില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിൽ തേടി കേരളത്തിലെത്തുന്ന എല്ലാവരെയും സമ്പൂർണ്ണമായി പരിശോധനയ്ക്ക് വിധേയരാക്കണം എന്നുള്ള ആവശ്യവും ഈ സർക്കുലർ ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ ഇത്തരത്തിലുള്ള മദ്യ അല്ലെങ്കിൽ മറ്റ് ലഹരികളുടെ വിപത്തിൽ നിന്ന് മാറി നിൽക്കാൻ സഭാംഗങ്ങൾക്കും സാധിക്കുകയില്ല. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏവരും പങ്കാളികളാവണം. സ്കൂൾ, കോളേജ് തലങ്ങളിൽ ഉൾപ്പെടെ സിലബസിൽ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളും ഒപ്പം ലഹരിയുടെ ദൂഷ്യവശങ്ങളും ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. കൂടാതെ മതബോധന ക്ലാസുകളിൽ ഉൾപ്പെടെ ലഹരി വിരുദ്ധ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതുണ്ട് എന്നും ഈ സർക്കുലർ ഓർമ്മിപ്പിക്കുന്നു. ഞായറാഴ്ച പള്ളികളിൽ ഈ സർക്കുലർ വായിക്കും. കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ മദ്യവിരുദ്ധ സമിതി പണ്ട് മുതൽ തന്നെ KCBC ഈ ഒരു നിലപാടുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. അതിൽ സർക്കാരാണ് എപ്പോഴും അവരുടെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രധാന സംഗതി.